എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 17-ാം ദശകത്തിലെ 10-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. യക്ഷേണ ദേവനിഹതേ പുനരുത്തമേസ്മിൻ യക്ഷൈ സയുദ്ധനിരതോ വിരതോ മനൂക്ത്യാ ശാന്ത്യാ പ്രസന്നഹൃദയാധനദാതുപേദാത് ത്വദ്ഭക്തിമേവ സുദൃഢാമവൃണോന്മഹാത്മാ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. യക്ഷേണ, ഒരു യക്ഷനാൽ, ദേവ, ഹേ ദേവ ഭഗവാനേ, നിഹതേ, അതായത് നിഗ്രഹിച്ചപ്പോൾ അല്ലെങ്കിൽ സംഹരിച്ചപ്പോൾ, പുന ഉത്തമേ അസ്മിൻ, ആരെ, പിന്നീട് ഈ ഉത്തമനെ, സ യക്ഷൈ യുദ്ധനിരത, സ യക്ഷൈ, ആ ധ്രുവൻ യക്ഷന്മാരുമായി യുദ്ധനിരത, യുദ്ധത്തിലേർപ്പെടുകയും, വിരതോ മനൂക്ത്യ, മനുവിൻ്റെ വാക്കു കേട്ട് വിരമിക്കുകയും ചെയ്തു. ശാന്ത്യ, ധ്രുവൻ്റെ ഈ ശാന്ത സ്വഭാവം അല്ലെങ്കിൽ ക്ഷമാശീലം, അതാണ് ശമം എന്ന് പറയുന്നത്. പ്രസന്ന ഹൃദയാത് ഉപേദാത് ധനദാത്, പ്രസന്നനായ, അതായത് ഉള്ളു തെളിഞ്ഞ വൈശ്രവണൻ അരികെ വന്നെങ്കിലും, ത്വദ്ഭക്തിം ഏവ, അങ്ങയോടുള്ള ഭക്തി മാത്രം. എങ്ങനെയുള്ള ഭക്തി? സുദൃഢാം, നല്ല ദൃഢമായ ഭക്തി. ആവൃണോത്, മാത്രം വരമായി ആവശ്യപ്പെട്ടു. ആര്? മഹാത്മാവായ ധ്രുവൻ. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? അല്ലയോ ദേവ, പിന്നീട് ഒരു യക്ഷൻ ഉത്തമനെ നിഗ്രഹിച്ചപ്പോൾ ധ്രുവൻ യക്ഷന്മാരോട് യുദ്ധം ചെയ്യാനൊരുങ്ങി എങ്കിലും മനുവിൻ്റെ വാക്കുകൾ ആദരിച്ചുകൊണ്ട് അതിൽ നിന്ന് പിൻവാങ്ങി. ഈ മനസംയമനം മൂലം പ്രസന്നനായ വൈശ്രവണൻ അരികിൽ വന്നെങ്കിലും മഹാത്മാവായ ധ്രുവൻ അങ്ങയിൽ ദൃഢമായ ഭക്തിയെയാണ് അദ്ദേഹത്തിൽ നിന്ന് വരമായി സ്വീകരിച്ചത്. ഒരു സാധാരണ വ്യക്തിയാണെങ്കിൽ പലതും ആവശ്യപ്പെടും. പക്ഷേ ധ്രുവൻ ഭഗവാനോടുള്ള ദൃഢമായ ഭക്തി മാത്രമാണ് ചോദിച്ചത്. അതായത് ഇവിടെ ഈ ഉത്താനപാദ രാജാവിൻ്റെ മറ്റൊരു കുട്ടിയായിരുന്നല്ലോ അന്ന് മടിയിലിരുന്നത്, അതാണ് ഈ ഉത്തമൻ. ആ ഉത്തമൻ ഒരു ദിവസം നായാട്ടിനു പോയി കാട്ടിൽ വെച്ച് ഒരു യക്ഷനുമായി ഏറ്റുമുട്ടുകയും ആ യക്ഷൻ ഉത്തമനെ കൊല്ലുകയും ചെയ്തു. ഭ്രാതൃവാത്സല്യം ഉണ്ടായിരുന്ന ധ്രുവൻ ആ യക്ഷന്മാരോട് യുദ്ധത്തിനായി ഒരുങ്ങി പുറപ്പെട്ടു. പക്ഷേ ഈ ദശകം തുടങ്ങുമ്പോൾ എന്താ പറഞ്ഞത്? ഉത്താനപാദ നൃപതേർ മനുനന്ദനസ്യ, അതായത് സ്വയംഭുവ മനുവിൻ്റെ പുത്രനാണ് ഉത്താനപാദൻ എന്ന ധ്രുവൻ്റെ അച്ഛൻ. പിതാമഹനായ സ്വയംഭുവ മനു ധ്രുവനെ യക്ഷന്മാരോട് യുദ്ധം ചെയ്യുന്നതിൽ നിന്നും തടഞ്ഞു. ധ്രുവൻ യുദ്ധമെല്ലാം നിർത്തി. അപ്പോൾ യക്ഷന്മാരുടെ രാജാവായ വൈശ്രവണൻ സന്തുഷ്ടനായി വന്നിട്ട് എന്ത് വരാച്ചാ ചോദിച്ചോളൂ എന്ന് പറയാം. പക്ഷേ അപ്പോൾ ധ്രുവൻ എന്താ പറയുന്നേന്നോ? ഭഗവാനോടുള്ള ദൃഢമായ ഭക്തി മാത്രം മതി എനിക്ക് എന്ന്. അതായത് ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും അതെല്ലാം നഷ്ടമാവും. അതിനൊന്നും പൂർണ്ണമായ ആയുസ്സില്ല. നമ്മുടെ കൂടെ കൊണ്ടുപോകാനും പറ്റില്ല. എന്തു മാത്രമേ പറ്റൂ? ഭഗവാനോട് എത്രമാത്രം ഭക്തിയുണ്ടോ അതുമാത്രമാണ് ശാശ്വതം എന്ന പൊരുൾ മനസ്സിലാക്കിയിരുന്നു ധ്രുവൻ എന്ന ആ വ്യക്തി. ഹരേ കൃഷ്ണ.